ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഓരോ സൂചികകളിൽ ഇന്ത്യയുടെ സ്ഥാനം നോക്കാം. ഒന്നാമത്തെയാണ് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ്. 2025 ഇന്ത്യയുടെ സ്ഥാനം 38. ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡ്. അടുത്ത ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. ഇന്ത്യയുടെ സ്ഥാനം 102, 2025 അടുത്ത ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഒന്നാം സ്ഥാനം ഐസ്ലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 130. ഗ്ലോബൽ പീസ് ഇൻഡെക്സ്. ഒന്നാം സ്ഥാനം ഐസ്ലൻഡ് തന്നെയാണ്. 2025 നമ്മളെല്ലാം പറയുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 115. ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ്. ഇന്ത്യയുടെ സ്ഥാനം 38. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 102. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 130. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 115. അടുത്തതാണ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. 2025 ഇന്ത്യയുടെ സ്ഥാനം 151. ഒന്നാം സ്ഥാനം നോർവേ ആണ്. അടുത്തത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ്. അത് 2026 ഉണ്ട്. ഇന്ത്യയുടെ സ്ഥാനം 116. 2025 ഇന്ത്യയുടെ സ്ഥാനം 118. ഒന്നാം സ്ഥാനം ഫിൻലൻഡ് ആണ്. അടുത്തത് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. അത് ഒന്നാം സ്ഥാനം ഐസ്ലൻഡ് ആണ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം 131. അടുത്തത് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്. 2026 ഒന്നാം സ്ഥാനം പാകിസ്ഥാനാണ്. ഇന്ത്യയുടെ സ്ഥാനം 13. 2025 ഒന്നാം സ്ഥാനം ബുർക്കിന ഫാസോ. ഇന്ത്യയുടെ സ്ഥാനം 14. അവിടെ 2026 വരുന്നുണ്ട്, 25 വരുന്നുണ്ട്. ഇനി നീതി ആയോഗിൻ്റെ സാമ്പത്തിക ഭദ്രതാ സൂചിക, അതൊന്ന് നോട്ട് ചെയ്യണം. 2026 ഒന്നാം സ്ഥാനം ഒഡീഷ, രണ്ടാം സ്ഥാനം ഗോവ, മൂന്നാം സ്ഥാനം ജാർഖണ്ഡ്. കേരളത്തിൻ്റെ സ്ഥാനം 15. 2025 ഒന്ന് നോക്കാം. ഒന്നാം സ്ഥാനം ഒഡീഷനാണ്, 15ാം സ്ഥാനം കേരളത്തിൻ്റെ സ്ഥാനമൊക്കെ ഒന്ന് നോക്കി വെച്ചേരെ. 15ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ.